ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ ആണ് അല്ലേ. അതിൽ ടൈം ഓഫ് സപ്ലൈ രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞ് നമ്മൾ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സെപ്പറേറ്റ് ടൈമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഇനി നമുക്ക് നോക്കാനുള്ള ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സിൽ സപ്ലൈ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് വരികയാണെന്ന് വെച്ചാൽ അതിൻ്റെ സപ്ലൈ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ suppose a part of the consideration is paid in advance or invoice is issued for part payment, the time of supply will not cover the full supply. The supply shall be deemed to have been made to the extent it is covered by the invoice or the part advance payment. നോക്കുക, നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റും ഈ രീതിയിൽ നമ്മൾ സപ്ലൈ ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. കുറച്ച് അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി പിന്നീട് അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, സപ്പോസ് എ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓർ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് ഫോർ പാർട്ട് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ പാർട്ട് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദ ടൈം ഓഫ് സപ്ലൈ വിൽ നോട്ട് കവർ ദ ഫുൾ സപ്ലൈ. അപ്പോൾ അതായത് ഫുൾ സപ്ലൈയുടെ ടൈമല്ല ഇത് കൺസിഡർ ചെയ്യേണ്ടത്. ദ സപ്ലൈ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ മെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ ഇൻവോയ്സ് ഓർ പാർട്ട് അഡ്വാൻസ് ബൈ ദ ഇൻവോയ്സ് ഓർ ദ പാർട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതിന് ഒരു ക്ലാരിറ്റി കിട്ടും. അത് നോക്കുക. ഹിഷാം ആൻഡ് കമ്പനി റിസീവ്സ് ആൻ അഡ്വാൻസ് ഓഫ് 2500 ഓൺ 29/7/2017 ഫോർ ഗൂഡ്സ് വർത്ത് ₹10,000 to be supplied in the month of September 2017. Find the following value of supply of goods in the month of July 2017. ജൂലൈയിലെ സപ്ലൈയുടെ വാല്യൂ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് ഹിഷാം കമ്പനിക്ക് ഒരു 2,500 രൂപ 29/7/2017 അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഗുഡ്സ് എന്ന് പറയുന്നത് 10,000 രൂപയുടെ ഗുഡ്സാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. ടു ബി സപ്ലൈഡ് ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2017. സെപ്റ്റംബർ 2017 നടത്തേണ്ട സപ്ലൈ ആണ്. അതിന് ഒരു 2,500 രൂപ അഡ്വാൻസ് കിട്ടിയ ഡേറ്റും തന്നിട്ടുണ്ട്. സപ്ലൈ ഫുള്ളാക്കേണ്ട ടൈമും അതേപോലെ തന്നെ ഫുൾ സപ്ലൈയുടെ എമൗണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ 2017 എത്രയാണ് ജൂലൈ 2017 ആ ഗുഡ്സിൻ്റെ വാല്യൂ, സപ്ലൈ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അഡ്വാൻസ് 2,500 ഈസ് ട്രീറ്റഡ് ആസ് ഡീംഡ് സപ്ലൈ. അതൊരു സപ്ലൈ ആയിട്ട് നമുക്ക് കരുതപ്പെടാം, കാരണം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദെർഫോർ എക്സ് ആൻഡ് കമ്പനി ഹാസ് മെയ്ഡ് എ സപ്ലൈ ഓഫ് 2,500 ഓൺ 29/7/2017. അപ്പോൾ നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ഈ ടൈം ഓഫ് സപ്ലൈയിൽ 2,500 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത കാരണം ആ ഡേറ്റ് തന്നെ നമുക്ക് എന്താണ് സപ്ലൈ ഡേറ്റായി ഡീം ചെയ്യാം എന്നാണ് പറഞ്ഞത്, അതായത് കരുതപ്പെടാം എന്നാണ് പറയുന്നത്. നമുക്കത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ദാറ്റ് ആർ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് സെക്ഷൻ 1213, അതായത് 3 പറയുന്നുണ്ട്, 12(3) പറയുന്നുണ്ട് റിവേഴ്സ് ചാർജിൽ എങ്ങനെയാണ് ഇനി ടൈം ഓഫ് സപ്ലൈ കരുതപ്പെടുക. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയത് ടൈം ഓഫ് സപ്ലൈ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ സം ടോട്ടലായിട്ടുള്ളൊരു സമ്മറി ഇതാണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഡേറ്റ് തന്നെ നമുക്ക് സപ്ലൈ ഡേറ്റ് ആയിട്ട് കരുതപ്പെടാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ഓൺ വിച്ച് GST is payable on reverse charge basis under subsections 3 and 4 of section 9 of CGST Act is determined in terms of section 12 subsection 3 subsection A subsection B and C as follows. The time of supply for such goods will be the earliest of the following dates: date on which the goods are received, date on which payment is recorded in books of accounts of the entity that receives the goods, the date on which it is debited from the entity's bank account whichever is earlier, date immediately following 30 days from the date of invoice by the supplier. If it is not possible to determine the time of supply by using these parameters, then the time of supply will be the date of entry of goods in the books of accounts and recipient of account of the recipient of supply. അപ്പോൾ പറയുന്നുണ്ട്,
ഒരു റിവേഴ്സ് ചാർജ് ക്രെഡിറ്റ് ആവുന്ന രീതിയിൽ സപ്ലൈ വരുന്ന സിറ്റുവേഷനിൽ എന്താണ് ട്രീറ്റ് ചെയ്യുക? നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ് പറയണത്. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന ഡേറ്റ് ആവാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ കാര്യങ്ങളെല്ലാം ബുക്കിൽ എൻ്റർ ചെയ്യുന്ന ദിവസമാവാം. ഇതിലത്തെ ഏതാണോ ആദ്യം നടക്കുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ ഡേറ്റ് ഓഫ് സപ്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കാര്യമാണ് തന്നേരം ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് സപ്ലൈ ഓഫ് സർവീസസ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഇഫ് ദ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. അതായത് ഒരു സിറ്റുവേഷൻ പറയുകയാണ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. സർവീസ് റെൻഡർ ചെയ്ത് 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ഓഫ് ദീസ് ദ ബിലോ, കുറച്ച് പോയിൻറ്റ്സ് താഴെ പറയുന്നുണ്ട്. അതിലത്തെ ഏറ്റവും ഏർലിയസ്റ്റായി നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റായി കരുതപ്പെടാം. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആവാം, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻ്റ് ആവാം. സർവീസസിൻ്റെ കേസിലും അതെ, ഇൻവോയ്സിൻ്റെ ഡേറ്റ് ആവാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റ് ആവാം. വിച്ച് എവർ ഈസ് ഏർലിയർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ സപ്ലൈ ഡേറ്റ്. ഓക്കെ, ദെൻ ദ ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഇനിയിപ്പോൾ 30 ദിവസത്തിനകം ഇൻവോയ്സ് കൊടുക്കാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ഈ പറഞ്ഞ രണ്ടിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അത് നമുക്ക് സപ്ലൈ ഡേറ്റായി കരുതപ്പെടാം. എന്ത്? ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്. അതായത് സർവീസ് സപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ആവാം, അപ്പോൾ ഇതിൽ ഇൻവോയ്സ് ഇല്ല കേട്ടോ. ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻ്റ് ആവാം, പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റ് ആവാം. ഇത് രണ്ടും ട്രീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൽ നോക്കാം. ABC and Company, a audit firm, issued invoice for services rendered to Mr. Akshay on 5th August 2017. Determine the time of supply in the following independent cases. Supply of services were completed on 1st July 2017. The supply of services were completed on 15th July 2017. Then Mr. Akshay is made the payment on 3rd July 2017, where supply of services were remaining to be completed. Then next independent case, Mr. Akshay made the payment on 15th August 2017, where supply of services were remaining to be completed. അപ്പോൾ 4 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. 4 സിറ്റുവേഷൻസിലും നമ്മൾ ഡേറ്റ് ഓഫ് സപ്ലൈ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നു, 1st July 2017 will be the time of supply of services as invoice is not issued within the time frame of 30 days. ആദ്യത്തെ കേസിൽ 30 ദിവസത്തിനുള്ളിൽ ചെയ്യാത്ത കാരണം 1st July തന്നെ നമുക്ക് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. രണ്ടാമത്തേതിൽ പറയുന്നുണ്ട് 5th August 2017 will be the time of supply of service as invoice issued within the time frame. വിത്തിൻ ടൈം ഫ്രെയിമിലായ കാരണം 5th August 2017 നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ 3rd July 2017 will be the time of supply of services as payment received before invoice date. പേയ്മെൻറ്റ് ഇൻവോയ്സ് ഡേറ്റിന് മുന്നേ കിട്ടിയ കാരണം 3rd July 2017 നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് ദ 4th കേസിൽ 5th August 2017 will be the time of supply of service as invoice is issued before the completion of supply of services. ഇൻവോയ്സ് റിസീവ് ചെയ്തിട്ടുണ്ട് സർവീസസ് റെൻഡർ ചെയ്യുന്നതിന് മുൻപേ. അത് കാരണം 5th August 2017 will be treated as the time of supply എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ വേറെ സർവീസസിൽ തന്നെ പറയുന്നുണ്ട്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ദാറ്റ് ആർ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് മെത്തേഡിൽ സർവീസസ് എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ദ ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദ ഏർലിയസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ്. അപ്പോൾ അതിൻ്റെ കേസിൽ പറയുന്നുണ്ട് ഇതിലത്തെ ഏറ്റവും ഏർലിയസ്റ്റ് നടക്കുന്നത് ഏതാണോ അതാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ദ ഡേറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദ സപ്ലയർ, 30 days ഫോർ ഗുഡ്സ്. അപ്പോൾ ഇവിടെ 60 days ആണ് പറയുന്നത്. ഗുഡ്സിൻ്റെ കേസിൽ 30 days ആയ കാരണം സർവീസസിൽ ഇവിടെ പറയുന്നത് 60 days ആണ്. ഓക്കെ, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി സെയിം തന്നെയാണ്. ഓക്കെ.